ഉച്ചക്ക് ഉറങ്ങണ ശീലമൊന്നും ഇല്ലല്ലേ? ഏയ് ഞങ്ങള് മാഷന്മാർക്ക് കൊടുത്ത ഉച്ചക്ക് ഉറങ്ങാൻ നേരം കിട്ടുക. ഫുഡോ കഴിച്ചോ? ആ ഇപ്പൊ ഫുഡ് ആയിട്ട് വന്നിന്ന്. ഈ ബുർജ് ഖലീഫ ഇവിടെ അടുത്താ? ഒരു 10-15 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അടുത്തൊക്കെ ഹോട്ടൽ റൂമിന് നല്ല റേറ്റ് ആവുമോ? ഒന്നും എനിക്കറിയില്ല. അലക്കിയില്ലേ? ഇല്ല, ആ മെഷീനിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ഡാമേജ് ആവും. അത് ലോണ്ടറി തന്നെ കൊടുക്കണം. എന്നാലേ ഈ ബിൽഡിങ്ങിന്റെ നേരെ താഴെ തന്നെ ഒരു ലോണ്ടറി ഉണ്ട്. മാഷ അവിടെ കൊടുത്തിട്ട് പോരും. ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഈ ലോണ്ടറിയിലൊക്കെ എത്ര ശമ്പളം ഉണ്ടാവും? ലോണ്ടറിയിൽ ഒരു 1000-1500, കൂടിയ ഒരു 1500 ദിർഹംസ് കിട്ടും. നാട്ടിലെ പൈസ? നാട്ടിലെ ഒരു 25,000-30,000 ഉറുപ്പ്യൊക്കെ. ഞാനവിടെ താഴത്തെ ആ ലോണ്ടറി താളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നേ, എങ്ങനെ ഇവരൊക്കെ ഇവിടെ പണിയെടുക്കണേ അല്ലേ? ഇതാണ് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞുള്ള കുഴപ്പം. പഠിച്ചവർക്ക് എവിടെ ചെന്നാലും ജോലി കിട്ടും. അപ്പൊ നാട്ടിലാണെങ്കിലും ഞാനിപ്പോ മാസത്തിൽ 65,000 ഉറുപ്പ്യ ശമ്പളം വാങ്ങണില്ലേ? അല്ല, എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ ചിലവർക്ക് ജീവിത സാഹചര്യം. പഠിക്കാത്തോലെ ഗൾഫിക്ക് വരാതിരിക്കുക നല്ലത്. ഈ കിട്ടണ 25,000 ഉറുപ്പ്യന്ന് ഓലെ ചെലവും കഴിച്ച് ബാക്കി നാട്ടിൽ അയച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? അതിലും നല്ലത് നാട്ടിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുക. പക്ഷെ ആ ചിന്ത ഇവിടെ ഗൾഫുകാരെ ഊറ്റി ജീവിക്കുന്ന നാട്ടുകാർക്കും വേണം. ഗൾഫ് എന്ന് കേട്ടാ ഇവിടെ വാര്യെന്ന ചിലരൊക്കെ വിചാരം. എന്തായി ദുബായിലെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടോ? കുറച്ചൊക്കെ കണ്ടു. ഉപ്പ 1000 ദിർഹംസ് തന്നിരുന്നു. പന കാണുകയാണെങ്കിൽ ഒരു 1000 ദിർഹംസ് കൂടി വാങ്ങണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഐഫോണും വേണം വാങ്ങുക. മാഷേ, നിങ്ങൾ ഈ റുക്സാന ലോണ്ടറി കണ്ടോ? അവിടെ മാഷ്ക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുത്തിട്ട് ജീവിതം കരകയറാത്തൊരു മനുഷ്യൻ. നമ്മളെ നാട്ടുകാരനാ? എന്നാ ഒന്ന് കാണണല്ലോ. മാഷേ വരി പറയട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, പഠിക്കാത്തൊരു ഗൾഫിക്ക് വരുന്നേക്കാളും നല്ലത് നാട്ടിൽ കൂലിപ്പണി എടുക്കുകയാണെന്നൊക്കെ. മറ്റുള്ളവരുടെ ജീവിതം കളറാക്കാൻ വേണ്ടി സ്വയം മങ്ങിയ 1000-ൽ ഒരാളെയാണ് ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടത്. പേരുകൊണ്ട് ഓലും ഗൾഫുകാർ തന്നെയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിന്ന് വെച്ച് വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ തിരിച്ചു പോകുമ്പോ ഉപ്പ എന്റെ കൂടെ ഉണ്ടാവണം. ഉപ്പ അവിടെ വാങ്ങണിന്റെ 3 ഇരട്ടി ഞാൻ നാട്ടിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിന്റെ ഒരു ഓഹരി മതി ഉപ്പാക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ. ഇനിയുള്ള കാലം ഉപ്പാനെ ഞാൻ നോക്കും. ചില തിരിച്ചറിവുകളൊക്കെ നല്ലതാണ്.